മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ പ്രഷർ എന്ന് പറയുന്ന പോർഷനാണ്. നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞാൽ പി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പ്രഷർ ഈസ് പെർപെൻഡിക്കുലർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇപ്പോൾ സപ്പോസ് ഒരു ബീക്കർ കൺസിഡർ ചെയ്യാണ്. ഈ ബീക്കറിൻ്റെ അകത്ത് ലിക്വിഡ് ഉണ്ട്. ഈ ലിക്വിഡിന് പ്രഷർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലറായിട്ട് എത്രമാത്രം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അല്ലെ പെർപെൻഡിക്കുലർ ഫോഴ്സ് എത്രമാത്രം ഉണ്ട്, അതാ ഡിവൈഡഡ് ബൈ ദാറ്റ് is area of that surface. Perpendicular force is this direction and this is the area. Pressure is perpendicular force divided by area, that is the pressure. നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞു പോകുന്നത് നമ്മുടെ എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള നീറ്റിനും ജെഇക്കും വേണ്ട എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രഷറിൻ്റെ ഡെഫിനിഷൻ എന്താണ് അതിനെക്കുറിച്ചൊന്നുമല്ല നമ്മൾ പറഞ്ഞു പോകുന്നത്. നമുക്ക് എൻട്രൻസ് ടെസ്റ്റിൽ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് കുറച്ച് ഫോർമുലാസും കുറച്ച് റിലേഷൻസും വേണം. അത് മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ പ്രഷറിൻ്റെ ഡെഫിനിഷൻ എന്താണ് അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല, തിയറി ഫുള്ളായിട്ട് പറയുന്നില്ല. നമ്മുടെ എൻട്രൻസിൻ്റെ പ്രോബ്ലത്തിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഇതിൽ നമുക്ക് അത്യാവശ്യം വേണ്ടത് 3 റിലേഷനെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമുള്ളൂ. ഒന്നെന്ന് പറയുന്നത് പ്രഷർ എന്താണെന്നുള്ള റിലേഷൻ, പിന്നെ പ്രഷറിന് വേറെ P = H ρg എന്ന് പറയുന്ന ഒരു റിലേഷനുണ്ട്, P - P0 = H ρg എന്ന് പറയുന്ന ഒരു റിലേഷനുണ്ട്. പിന്നെയുള്ളത് നമ്മുടെ ബോയിൽസ് ലോ PV = കോൺസ്റ്റന്റ്. ഈ ഇത്തരം ഒരു 4 ഫോർമുലാസിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് പ്രോബ്ലംസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രഷർ എന്ന് പറയുന്ന പോർഷനിൽ നിന്നുള്ളത്. പ്രഷർ എന്ന് പറയുന്ന ഒരു കുഞ്ഞു പോർഷനാണ്, അതിൽ നിന്ന് നമുക്ക് ഇത്തരം റിലേഷനാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇതിൻ്റെ യൂണിറ്റ്സുകൾ, ഡയമെൻഷനുകൾ, പിന്നെ പ്രഷർ ആക്ട് ചെയ്യുന്ന ഓരോ പോയിന്റിലും എങ്ങനെയായിരിക്കും, ഇങ്ങനെ കുഞ്ഞു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അത് നമുക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഞാൻ ഫസ്റ്റിലെ റിലേഷനെ തന്നെ തുടങ്ങുന്നത്. പ്രഷർ എന്ന് പറയുന്നത് പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഈ ഫോഴ്സിനൊരു പ്രത്യേകതയുണ്ട്, അതെന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഫോഴ്സാണ് അല്ലെങ്കിൽ നോർമൽ ഫോഴ്സാണ്. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിരിക്കുന്നത് ഒരു നോർമൽ ഫോഴ്സ് അല്ല, വെറുതെ ഒരു ഫോഴ്സിൻ്റെ ഡയറക്ഷൻ, അതൊരു ടാൻജൻഷണൽ ഡയറക്ഷനിലാണ് ഫോഴ്സ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്തെടുക്കണം. റിസോൾവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് തീറ്റ ആംഗിളാണ്, ഇത് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ്, ഇത് നോർമൽ കമ്പോണൻറ്റ്, ഇത് ഈ കമ്പോണൻറ്റ്. ഈ കമ്പോണൻറ്റിനെ ഇതെന്ന് പറയുന്നത് എഫ് കോസ് തീറ്റയും, ഇത് റെക്ടാങ്കുലർ കമ്പോണൻസ് റിസോൾവിങ് കമ്പോണൻസ് ആയിട്ട് എടുത്ത് ഇതെന്ന് പറയുന്നത് എഫ് സൈൻ തീറ്റ. ഇവിടെ നമ്മൾ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നാൽ പ്രഷർ ഈസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഏരിയ. ഇത് പറയാൻ കാരണം ഈ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കണം, നോർമൽ ഫോഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഫോഴ്സ് ആയിരിക്കണം. കാരണം ഇതാണ്, ലിക്വിഡ് ഓൾവേസ് എക്സേർട്ട് ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ദ കണ്ടെയ്നർ അറ്റ് എവറി പോയിന്റ്. ഏത് പോയിന്റ് കൺസിഡർ ചെയ്താലും ആ ലിക്വിഡിൻ്റെ സർഫസിൽ ഒരു കണ്ടെയ്നറിലടുത്തായിരിക്കില്ല, ആ കണ്ടെയ്നറിലെ ലിക്വിഡിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രഷറും ഏത് ആയിരിക്കും, പ്രഷർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ, ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ എടുക്കുമ്പോൾ പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയയിലെ ഫോഴ്സ് നോർമൽ ഫോഴ്സ് ബൈ ഏരിയ ആയിരിക്കും. ഇനി നമുക്കറിയാം P = ഫോഴ്സ് ബൈ ഏരിയ. നമ്മൾ ഫോർമുല ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്കും പ്രഷർ ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് എഴുതി, ഏരിയ എത്രയാണെന്ന് എഴുതി, അങ്ങനെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഓപ്ഷൻ ഏതാണോ അത് ടിക്ക് ചെയ്യും. അങ്ങനെയല്ല, ഇതിൽ ഫോഴ്സ് പെർപെൻഡിക്കുലർ ഫോഴ്സ് ആണോ നോർമൽ ഫോഴ്സ് ആണോ എന്ന് നമ്മൾ തറവായിട്ട് ക്വസ്റ്റ്യനെ നോക്കിയിരിക്കണം. അല്ല എങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം അത് വായിച്ച് നോക്കിയിട്ട് പെർപെൻഡിക്കുലർ ഫോഴ്സ് തന്നെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ദെൻ അത് കണ്ടെത്തേണ്ട ഐഡിയ ഇതാണ്, റിസോൾവിങ് കമ്പോണൻസ് വെച്ചിട്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത്. ദെൻ ഇനി നമുക്ക് ഈ പ്രഷർ എന്ന് പറയുന്നത് വെക്റ്റർ ആണോ സ്കെയിലർ ആണോ എന്ന് പലപ്പോഴും കൺഫ്യൂഷനും വരും. അതേപോലെ തന്നെ പലതവണ ചോദിച്ചിട്ടുമുണ്ട്. പ്രഷർ ഈസ് ഞാൻ ആദ്യമേ ആൻസർ പറയാണ്, പ്രഷർ ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. പ്രഷർ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രഷർ ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതുന്നു. ഈ പെർപെൻഡിക്കുലർ ഫോഴ്സ് എന്ന് പറയുന്നത് വെക്റ്റർ ആണ്, അതുപോലെ തന്നെ ഏരിയ എന്ന് പറയുന്നത് സ്കെയിലറുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും പ്രഷർ എന്ന് പറയുന്നത് വെക്റ്റർ അല്ലേ എന്ന് ചിന്തിക്കും. പക്ഷേ വെക്റ്റർ അല്ല, പ്രഷർ ഈസ് എ സ്കെയിലർ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രഷർ ഇറ്റ്സെൽഫ് ഈസ് എ സ്കെയിലർ സിൻസ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് യൂണിക്.
its direction is unique. Direction is unique. കാരണം പ്രഷർ എന്ന് പറയുന്നത് ഒരു സ്കെയിലറാണ്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് യൂണിക്. അതായത് ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? എപ്പോഴും ഫോഴ്സ് ഈസ് ഓൾവേസ് നോർമൽ ടു ദി അല്ലെ പെർപെൻഡിക്കുലർ ടു ദി ഏരിയ അല്ലെ പെർപെൻഡിക്കുലർ ടു ദി ലിക്വിഡ് സർഫസ്. ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് ലിക്വിഡ്, പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഏരിയ ഓഫ് ലിക്വിഡ്. എപ്പോഴും ഏരിയയ്ക്ക് അല്ലെ ലിക്വിഡ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോഴ്സിന് എപ്പോഴും ഡയറക്ഷൻ എന്തായിരിക്കും? ഫോഴ്സിന് എപ്പോഴും ഡയറക്ഷൻ ഒരേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് ഡയറക്ഷൻ യൂണിക്കാണ്. അതുകൊണ്ട് നമ്മൾ പ്രഷറിനെ ഏതായിട്ട് കൺസിഡർ ചെയ്യുന്നു? പ്രഷർ ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നു. കൺഫ്യൂഷൻ വരരുത്. പ്രഷർ ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഇനി അടുത്തത് ഡയമെൻഷൻ. What is the dimension of pressure? Dimension of pressure equal to dimension of force divided by dimension of area. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ml T⁻⁻² ഡിവൈഡഡ് ബൈ ഏരിയയുടെ ലെന്ത് സ്ക്വയർ ഈക്വൽ ടു ml⁻⁻1 T⁻⁻². ദിസ് ഈസ് ദി ഡയമെൻഷൻ ഓഫ് ഫോഴ്സ്. ഇതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ. ഇനി നമ്മൾ പഠിക്കുകയാണ് അടുത്തത് യൂണിറ്റ് ഓഫ് പ്രഷർ. യൂണിറ്റ് ഓഫ് പ്രഷർ. യൂണിറ്റ്സ് ഓഫ് പി. യൂണിറ്റ്സ് ഓഫ് പ്രഷർ. പ്രഷറിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. പ്രഷർ ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഫോഴ്സ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ⁻². അതിന് നമ്മൾ വേറൊരു പേര് പറയും പാസ്കൽ. അടുത്ത യൂണിറ്റാണ് ഇതെന്ന് പറയുന്നത് SI യൂണിറ്റാണ്. ഇനി CGS സിസ്റ്റത്തിലെ പ്രഷറിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൻ്റെ CGS യൂണിറ്റാണ് ഡൈൻ പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് ഈസ് ദ CGS യൂണിറ്റ് ഓഫ് പ്രഷർ. SI യൂണിറ്റ് കണ്ടു, CGS യൂണിറ്റ് കണ്ടു. അടുത്ത ഒരു യൂണിറ്റാണ് 1 ATM അല്ലെങ്കിൽ 1 അറ്റ്മോസ്ഫെറിക് പ്രഷർ. അതിൻ്റെ വാല്യൂ എത്രയാണ്? 1.013 × 10⁵ പാസ്കൽ. 1 അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അതെന്ന് പറയുന്നത് 760 mm ഓഫ് Hg ഇൻ മെർക്കുറി കോളം. മെർക്കുറിയുടെ 760 mm എത്രമാത്രമാണ് വരുന്നത്? അല്ലെങ്കിൽ പ്രഷർ എക്സൈറ്റഡ് ബൈ 760 mm ഓഫ് Hg എത്രയാണോ അതാണ് 1 അറ്റ്മോസ്ഫെറിക് പ്രഷർ. അത് കണ്ടുപിടിക്കാൻ ബാരോമീറ്റർ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യും, അടുത്ത വീഡിയോ തന്നെ ചെയ്യും. എന്താണെന്ന് ചോദിച്ചാൽ ബാരോമീറ്ററും മാനോമീറ്റർ U2 മാനോമീറ്ററും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലംസ് അത് ആ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുലാസ് സെയിം തന്നെയാണ്. P = H⁻G ഒന്നിൻ്റെ അകത്ത് P - P0 = H⁻G. ഈ രണ്ട് പ്രഷറിൻ്റെ റിലേഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് നല്ല രീതിയിൽ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അത് ഞാൻ അടുത്തതായിട്ട് പറയും. ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. പ്രഷറിൻ്റെ ബേസിക് ഐഡിയാസ് മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്ത് പറയുന്നുള്ളൂ. ഇനി അടുത്തത്, അതായത് 1 അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത് 760 mm ഓഫ് Hg എന്നാണ്. ദെൻ ഇതിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചു 1.013 × 10⁵ പാസ്കൽ. ഇത് ഓർത്തിരിക്കണം, എപ്പോഴും വേണ്ടതാണ്. അടുത്തതെന്ന് പറയുന്നത് അനദർ യൂണിറ്റാണ് ബാർ. ബാർ ഈസ് ദി അനദർ യൂണിറ്റ് ഓഫ് പ്രഷർ. 1 bar ഈക്വൽ ടു 10⁵ പാസ്കലാണ്. ഒരു ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കലാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ 1 ബാറും 1 ATM തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? 1 ATM ഈക്വൽ ടു 1.013 ബാർ എന്ന് എഴുതാമല്ലോ. 10⁵ പാസ്കലാണ് 1 ബാർ. അതുകൊണ്ട് 1 ATM ഈക്വൽ ടു 1.013 ബാർ. അടുത്ത യൂണിറ്റാണ് ടോർ. 1 ടോർ. ടോറിസെല്ലി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ബഹുമാനാർത്ഥ ഇട്ട പേരാണ് ടോർ. 1 ടോർ ഈക്വൽ ടു 1 mm ഓഫ് Hg ആണ്. 1 ടോർ എന്ന് പറയുന്നത് 1 mm ഓഫ് Hg ആണ്. അങ്ങനെയാണെങ്കിൽ 1 ടോറും 1 ATM തമ്മിലുള്ള റിലേഷൻ എങ്ങനെ എഴുതാം? 1 ടോർ എന്ന് പറയുന്നത് 1 mm ഓഫ് Hg ആണ്. അങ്ങനെയാണെങ്കിൽ 1 ATM ഈക്വൽ ടു 760 ടോർ എന്ന് എഴുതാമല്ലോ. 1 ടോർ ഈക്വൽ ടു 1 mm ഓഫ് Hg ആണ് 1 ടോർ. അതായത് 760 × 1 mm ഓഫ് Hg ഈസ് 1 ATM. ദറ്റ് ഈസ് 1 ATM ഈക്വൽ ടു 760
വെക്റ്റോർ. നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ 4 റിലേഷനാണ്. 1 ATM ഈക്വൽ ടു 1.013 × 10⁵ പാസ്കൽ, 1 ബാർ എന്ന് പറഞ്ഞാൽ 10⁵ പാസ്കൽ, 1 ടോർ ഈക്വൽ ടു 1 mm ഓഫ് Hg ആൻഡ് 1 ATM ഈക്വൽ ടു 760 mm ഓഫ് Hg. ഇത്രയാണ് ഇതിൻ്റെ യൂണിറ്റ്സ്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ റിലേഷനും ദെൻ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ. ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നത്. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. റിലേഷൻ ഇതാണ്: P ഈക്വൽ ടു H ρg. P ഈക്വൽ ടു H ρg. ഇതെന്ന് പറയുന്നതാണ് പ്രഷർ എക്സൈറ്റഡ് ബൈ liquid column. പ്രഷർ എക്സൈറ്റഡ് ബൈ ലിക്വിഡ് കോളം. ഈ റിലേഷനാണ് P ഈക്വൽ ടു H ρg. ഈ പ്രഷറിൻ്റെ ഈ റിലേഷനാണ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട റിലേഷൻ P ഈക്വൽ ടു H ρg. ഇതിൽ ഓരോന്നും എന്താണെന്ന് പറയാം. P എന്ന് പറയുന്നത് പ്രഷറാണ്. പ്രഷർ എക്സൈറ്റഡ് ബൈ ലിക്വിഡ് കോളം, ദാറ്റ് ഈസ് P. H എന്ന് പറയുന്നത് ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ്. H എന്ന് പറഞ്ഞാൽ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ്. ദെൻ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി. G എന്ന് പറയുന്നത് അറിയാലോ, ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. കൺസിഡർ ഇത് എങ്ങനെ കിട്ടി. വെറുതെ P ഈക്വൽ ടു H ρg എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ റിലേഷൻ ഓർത്തിരിക്കും എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ കിട്ടിയെന്ന് നമുക്കൊരു ഐഡിയ വേണം. ഇങ്ങനെ നമ്മളൊരു ലിക്വിഡ് വെസൽ കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഏരിയ A ആണ്. ഏരിയ ഈസ് A. ഇതാണ് ലിക്വിഡ്. ഈ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ് റോ. ഈ ലിക്വിഡിൻ്റെ ഹൈറ്റാണ്, ഈ ലിക്വിഡ് ആ ബീക്കറിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളതിൻ്റെ ഹൈറ്റാണ് H, അല്ലെ ഡെപ്ത് എന്ന് വേണേൽ പറയാം. ദെൻ ഈ ലിക്വിഡ്, ഈ ഏരിയ A ആണ്, ഒരു ബീക്കറിൻ്റെ അകത്തുണ്ട്. ഈ ലിക്വിഡ് താഴേക്കൊരു വെയിറ്റ് അപ്ലൈ ചെയ്യുന്നു. ഇതാണ് ലിക്വിഡിൻ്റെ വെയിറ്റ്. ഡ്യൂ ടു ഗ്രാവിറ്റി, ദാറ്റ് ഈസ് W. നമുക്കറിയാം വെയിറ്റ് ഈക്വൽ ടു mg, റൈറ്റ്? ദാറ്റ് ഈസ് വെയിറ്റ് ഈക്വൽ ടു mg. മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ആദ്യം പഠിച്ച ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ആദ്യം പഠിച്ച പോർഷനാണ് ഡെൻസിറ്റി. വാട്ട് ഈസ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസിൽ നിന്ന് എങ്ങനെ എഴുതാം? മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന് എഴുതാം. ദെർഫോർ വെയിറ്റ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു G എന്ന് എഴുതാം. ദെൻ W ഈക്വൽ ടു വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഈക്വൽ ടു ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, LBH. ഇതിൽ LB എന്ന് പറയുന്നത് എന്താണ്? LB ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അങ്ങനെ എഴുതാം. അപ്പം വോളിയത്തിന് ഞാൻ ഇങ്ങനെ എഴുതുകയാണ്: ഏരിയ ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു G. നമുക്കറിയാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഈസ് ഫോഴ്സ് ആണല്ലോ. ഇനി പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? പ്രഷർ ഈസ് ഈക്വൽ ടു W ബൈ ഏരിയ, വെയിറ്റ് ബൈ ഏരിയ അല്ലെ ഫോഴ്സ് ബൈ ഏരിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു റോ AHG ഡിവൈഡഡ് ബൈ A. ഇതും കൂടെ കട്ട് ചെയ്ത് പോയി. ദെർഫോർ P ഈക്വൽ ടു H ρg. ഇങ്ങനെയാണ് നമുക്ക് P ഈക്വൽ ടു H ρg എന്ന് പറയുന്ന റിലേഷൻ കിട്ടുന്നത്. ദിസ് ഈസ് ദി പ്രഷർ എക്സൈറ്റഡ് ബൈ ദ ലിക്വിഡ് കോളം. ഇമ്പോർട്ടൻ്റ് റിലേഷനാണ്. പ്രഷർ ചോദിക്കുന്നിടത്തെല്ലാം നമുക്ക് ഈ റിലേഷൻ ഉപയോഗിക്കേണ്ടി വരും. P ഈക്വൽ ടു H ρg. P എന്ന് പറയുന്നത് പ്രഷറാണ്, പ്രഷർ എക്സൈറ്റഡ് ബൈ ലിക്വിഡ് കോളം. H എന്ന് പറയുന്നത് ഹൈറ്റ് അല്ലെ ഡെപ്ത് ആണ്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. G ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അണ്ടർസ്റ്റുഡ് ആണല്ലോ? P ഈക്വൽ ടു H ρg എന്ന് പറയുന്ന റിലേഷൻ ഇപ്പം തന്നെ പഠിച്ചു പോകുക. അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതാണ്. P ഈക്വൽ ടു H ρg, പ്രഷർ എക്സൈറ്റഡ് ബൈ ലിക്വിഡ് കോളം. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ? ലിക്വിഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന അപ്വേർഡ് ഡയറക്ഷനിലാണ്. അതെന്ന് പറയുന്നത് W ഈക്വൽ ടു mg എന്നാണ്. M എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം ഈസ് ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏരിയ. V ഈക്വൽ ടു A ഇൻറ്റു H. ദെൻ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇപ്പം പ്രഷർ കിട്ടി.
ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി ഇതേപോലെ തന്നെ പഠിക്കേണ്ട അടുത്ത റിലേഷനാണ് പി മൈനസ് പി സീറോ ഈക്വൽ ടു എച്ച് റോ ജി. അത് നമ്മൾ പഠിച്ചു പി ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പറഞ്ഞ് പഠിച്ചു. പി മൈനസ് പി സീറോ ഈക്വൽ ടു എച്ച് റോ ജി അടുത്തതാണ് അടുത്ത റിലേഷൻ. ദാറ്റ് ഈസ് ദ വേരിയേഷൻ ഓഫ്, ഇതിനെ നമ്മൾ പറയും വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ, വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത്. വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത് പി ഈക്വൽ ടു എച്ച് സീറോ എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ എത്രമാത്രമാണെന്നാണ് പി ഈക്വൽ ടു എച്ച് റോ ജി. പി മൈനസ് പി സീറോ ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത്, ദാറ്റ് ഈസ് പി മൈനസ് പി സീറോ ഈക്വൽ ടു എച്ച് റോ ജി. ഇതിൽ നമ്മൾ എന്തൊക്കെയാണോ ഓരോന്നും നമ്മൾ പഠിക്കണം. പി എന്ന് പറയുന്നത് pressure of fluid at depth h. Pressure of fluid at depth h. അതിനെ വേറൊരു പേര് പറയും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. പി എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ഫ്ലൂയിഡ് അറ്റ് ഡെപ്ത് എച്ച് ആണ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേര് പറയും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ഇനി അടുത്തത് പി സീറോ. ഈ പി സീറോ ആണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. പി സീറോ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അടുത്ത ലെറ്റർ ഏതാണ്? എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി. റോ ഈസ് ഡെൻസിറ്റി. ജി ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാം. ജി ഈസ് ഗ്രാവിറ്റി. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ടത്. പി എന്ന് പറഞ്ഞാൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ലെങ്കിൽ പ്രഷർ ഓഫ് ഫ്ലൂയിഡ് അറ്റ് ഡെപ്ത് എച്ച്. പി സീറോ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എച്ച് ഈസ് ഹൈറ്റ് അല്ല ഡെപ്ത്. റോ എന്ന് പറയുന്ന ഡെൻസിറ്റി. ജി ഈസ് ഗ്രാവിറ്റി. ഇനി ഈ പി മൈനസ് പി സീറോ, ഇതിനൊരു പേര് പറയും. പി മൈനസ് പി സീറോ ആണ് ഗേജ് പ്രഷർ. ഗേജ് പ്രഷർ എന്ന് പറഞ്ഞാൽ പി മൈനസ് പി സീറോ. പി എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മൈനസ് പി സീറോ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. atmospheric pressure. That is, hydrostatic pressure minus atmospheric pressure is the gauge pressure. The difference between hydrostatic pressure P and the atmospheric pressure P0 is known as the gauge pressure. ഇത്രയും ഐഡിയാസ് ആണ് നമ്മൾ ഈ റിലേഷനിൽ നിന്ന് ഓർത്തിരിക്കേണ്ടത്. പി മൈനസ് പി സീറോ ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പറയുന്ന റിലേഷനാണ് വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത്. ഇതിൽ പി എന്ന് പറയുന്നത് പ്രഷർ ഓഫ് ഫ്ലൂയിഡ് അറ്റ് ഡെപ്ത് എച്ച്, ദാറ്റ് ഈസ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. പി സീറോ ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. എച്ച് ഈസ് ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്. റോ എന്ന് പറയുന്ന ഡെൻസിറ്റി. ജി ഈസ് ഗ്രാവിറ്റി. ഇതിൽ പി മൈനസ് പി സീറോ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ദാറ്റ് ഈസ് നോൺ ആസ് ദി ഗേജ് പ്രഷർ. ഇതാണ് ഈ പി മൈനസ് പി സീറോ ഈക്വൽ ടു എച്ച് റോ ജി എന്ന് പറയുന്ന റിലേഷനെ സംബന്ധിക്കുന്ന ഐഡിയാസ്. ഇനി നമ്മൾ സിമ്പിളായിട്ട് ആദ്യമേ ഞാൻ റിലേഷൻ പറഞ്ഞ് അതിൻ്റെ ഓരോ ലെറ്റേഴ്സും എന്താണെന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്കൊരു ഐഡിയ വേണം, അല്ലെ നമ്മളത് മറന്നുപോകും. പി മൈനസ് പി സീറോ ഈക്വൽ ടു എച്ച് റോ ജി വെറുതെ അന്തരീക്ഷത്തിൽ നിന്നങ്ങ് പഠിച്ചാൽ നമുക്കൊന്നും ഐഡിയ കിട്ടൂല. എങ്ങനെ വന്നു ഒന്നും കൂടെ ചെറുതായിട്ടൊരു ഐഡിയ വേണം. അത് നോക്കാം എങ്ങനെയാണെന്ന്. വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത്. Variation of liquid pressure with depth. ഞാൻ ഒരു ഒരു ബീക്കറിൽ ഒരു വാട്ടർ കൺസിഡർ ചെയ്യണം. ഒരു വാട്ടർ കോളം കൺസിഡർ ചെയ്യണം. ഇതിന് നിറച്ച് വാട്ടറുണ്ട്. ഒരു ലിക്വിഡ്.
ഇതിൽ ഞാനൊരു സ്മോൾ സിലിണ്ടർ കൺസിഡർ ചെയ്യുകയാണ്. ഒരു സിലിണ്ടർ, ഒരു ലിക്വിഡ് സിലിണ്ടർ. ഇതിൻ്റെ അകത്ത് ഒരു ലിക്വിഡ് സിലിണ്ടർ ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ ലിക്വിഡ് സിലിണ്ടറിൻ്റെ ഹൈറ്റ്, h ആണ്. ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഈ സർഫസിൻ്റെ ഏരിയ എ, ഈ സർഫസിൻ്റെ ഏരിയ എ. ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഈ ഓരോ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ P1, അടുത്ത ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ P2. ദെൻ ഇതിൻ്റെ ഏരിയ A1. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു രണ്ട് സൈഡിലും ഫോഴ്സ് ഉണ്ട്. ഒരു ലിക്വിഡ് സിലിണ്ടറാണ് കൺസിഡർ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഈ ലിക്വിഡ് സിലിണ്ടറിന് ഈ താഴേക്കൊരു ഫോഴ്സ് ഉണ്ട്, ഈ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ, ദാറ്റ് ഈസ് F1. അതേപോലെ തന്നെ താഴെ ഈ സർഫസിൽ നിന്ന് മുകളിലേക്ക്, ഈ ലിക്വിഡ് ഇതിൻ്റെ ബോട്ടം പാർട്ടിൽ നിന്ന് മുകളിലേക്കൊരു, ഈ ഏരിയയിലേക്കൊരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് F2. മുകളിലേക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് F2. ഇത് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട്. ഇവിടെ വരച്ചാൽ ശരിയാവില്ല. ഇത് F2, ഇത് F1ൻ്റെ ഡയറക്ഷൻ, ഇത് F2ൻ്റെ ഡയറക്ഷൻ. ഇനി ഈ ഹോൾ ലിക്വിഡ്, അതായത് ഈ ലിക്വിഡ് സിലിണ്ടറിൻ്റെ ഫുൾ വെയിറ്റ് താഴേക്കാണ്. ദിസ് ഈസ് W. അതായത് ഈ ഒരു ബീക്കറിൻ്റെ അകത്തൊരു ലിക്വിഡ് ഉണ്ട്, അതിലൊരു ലിക്വിഡ് കോളം അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ഞാൻ കൺസിഡർ ചെയ്തു. ഈ സിലിണ്ടറിൻ്റെ മുകളിലത്തെ ഏരിയയും താഴത്തെ ഏരിയയുമാണ് എ എന്ന് പറയുന്ന ഏരിയ. ഇതൊരു ഏരിയ, ഇതൊരു ഏരിയ, ഈ രണ്ട് ഏരിയസ്. ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷറാണ് P1, ഇവിടെ ഉള്ള പ്രഷറാണ് P2. ഒരു ഐഡിയയും കൂടെ, ഇപ്പം തന്നെ ഒരു ഐഡിയയും കൂടെ പറഞ്ഞേക്കാം. ഇതിൽ ഇങ്ങനെ ഒരു ലിക്വിഡ് കോളം തന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പ്രഷറും, ഈ P1 എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചല്ലോ, ഇവിടെയുള്ള പ്രഷർ, ഇവിടെ പ്രഷർ P1 ആയിരിക്കും, ഇവിടെ പ്രഷർ P1 ആയിരിക്കും, ഇവിടെ പ്രഷർ P1 ആയിരിക്കും. ഇത് താഴേക്ക് പോകുന്തോറും പ്രഷറിൻ്റെ വാല്യൂസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ പ്രഷർ വേറെ ആയിരിക്കും, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ പ്രഷർ വേറെ ആയിരിക്കും. അപ്പം ഇവിടെ ഒരു പോയിന്റ്, ഇതിന് നേരെ സ്ട്രെയിറ്റ് ലൈനായിട്ട് ഏത് ഹൈറ്റ്, ഇപ്പം H എന്ന് പറയുന്ന ഹൈറ്റിൽ എവിടെ കൺസിഡർ ചെയ്താലും പ്രഷർ സെയിം ആയിരിക്കും. നേരെ മറിച്ച് ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ ഞാനൊരു ലൈൻ വരച്ചാൽ അവിടെയും പ്രഷർ സെയിം ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്ന ലൈനുകളിലെല്ലാം പ്രഷർ സെയിം ആയിരിക്കും. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ, താഴേക്ക് വരുമ്പോഴത്തേക്കും പ്രഷറിൽ ഡിഫറൻസ് വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രഷർ എച്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹൈറ്റിനനുസരിച്ച് പ്രഷറിൻ്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. അത്രേ ഓർത്തിരുന്നാൽ മതി. ഹൈറ്റിനനുസരിച്ച്, P = എന്നാണ്. ഹൈറ്റിനനുസരിച്ച് പ്രഷറിൻ്റെ വാല്യൂ വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എച്ചിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടിയിരിക്കും, എച്ചിൻ്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് പ്രഷർ കുറഞ്ഞിരിക്കും. അതുകൊണ്ട് P1ഉം P2ഉം തമ്മിൽ, അതുകൊണ്ടാണ് P1 P2 എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒരു പ്രഷറാണ്, ഈ പോയിന്റിൽ വേറൊരു പ്രഷറാണ്. ദെൻ ഇവിടെ 3 ഫോഴ്സസ് ഉണ്ട്, അപ്വേർഡ് 3 ഫോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഇവിടെ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഈ ഏരിയയിൽ, ഇവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ്. ദെൻ ഇവിടെ ഒരു വെയിറ്റ് ഉണ്ട്, ഒരു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാകുന്ന ഒരു വെയിറ്റും ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ ഡൗൺവേർഡ് ഫോഴ്സസ്, downward force on top of cylinder. ഈ സിലിണ്ടറിൻ്റെ ടോപ്പിൽ ഡൗൺവേർഡ് ഫോഴ്സ് എത്രമാത്രമുണ്ട്? ദാറ്റ് ഈസ് F1. അതെന്ന് പറയുന്നത് P1 × A ആണ്. ഇനി ഇത് ഫസ്റ്റ് ഫോഴ്സ്. ദെൻ സെക്കൻഡ് ഫോഴ്സ് ഏതാണ്? അപ്വേർഡ് ഫോഴ്സ് ഓൺ ബോട്ടം ഓഫ് സിലിണ്ടർ. upward force on bottom of
cylinder. That is F2 equal to P2 into A. In a third force on weight of cylinder. Weight of cylinder. അത് എങ്ങോട്ടാണ്? downwards. Weight of cylinder downwards. അത് എത്ര വരും? W equal to mg, that is equal to density into volume into g, equal to density into volume into g, that is density into A h into g. ഇങ്ങനെ 3 ഫോഴ്സസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ലിക്വിഡ് സിലിണ്ടർ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുമ്പോൾ, ഇഫ് ദിസ് ലിക്വിഡ് സിലിണ്ടർ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ, ഈ ലിക്വിഡ് സിലിണ്ടർ ഇക്വിലിബ്രിയത്തിൽ ആണെങ്കിൽ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ്. നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഏതൊക്കെ വരും? അപ്വേർഡ് ഫോഴ്സ് ഈസ് ദിസ് വൺ. അപ്വേർഡ് ഫോഴ്സ് P2A ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഡൗൺവേർഡ് ഫോഴ്സസ് ഏതൊക്കെ വരും? P1A പ്ലസ് റോ എ എച്ച് ജി. ഈ ലിക്വിഡ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഡൗൺവേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു അപ്വേർഡ് ഫോഴ്സ്, അല്ലെങ്കിൽ അപ്വേർഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. അപ്വേർഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ P2A, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഡൗൺവേർഡ് ഫോഴ്സ് ഏതൊക്കെയുണ്ട്? P1A പ്ലസ് റോ വെയിറ്റ് ഓഫ് സിലിണ്ടർ, ദാറ്റ് ഈസ് റോ എ എച്ച് ജി. ദാറ്റ് ഈസ്, ഇനി എല്ലാത്തിൻ്റെ അകത്തുനിന്നും എയെ കളയാം, ഏരിയ നമുക്ക് കളയാം. ദാറ്റ് ഈസ് P2 ഈക്വൽ ടു P1 പ്ലസ് റോ എച്ച് ജി. ദാറ്റ് ഈസ് P2 മൈനസ് P1 ഈക്വൽ ടു റോ എച്ച് ജി, റോ എച്ച് ജി. ഇനി ഈ സിലിണ്ടർ ലിക്വിഡിനുള്ളിലാണ് ഇരിക്കുന്നത്. ഈ സിലിണ്ടറിനെ ഞാൻ മുകളിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. Suppose we shift this cylinder to liquid surface. ലിക്വിഡിൻ്റെ സർഫസിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യാണ്. ഈ ലിക്വിഡിൻ്റെ സർഫസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പം P1 എന്ന് പറയുന്ന പ്രഷർ എന്തായി മാറും? അറ്റ്മോസ്ഫെറിക് പ്രഷറായി മാറും. PA അല്ലെങ്കിൽ P0 ആയി മാറും. ദെൻ അതേപോലെ തന്നെ P2നെ ഞാൻ P എന്ന് പറഞ്ഞ് എടുക്കുകയാണ്. ഈ ലിക്വിഡ് സിലിണ്ടർ ഉണ്ടല്ലോ, ഇവിടെ കൺസിഡർ ചെയ്ത ഈ ലിക്വിഡ് സിലിണ്ടർ, ഇവിടെ കൺസിഡർ ചെയ്ത ഈ ലിക്വിഡ് സിലിണ്ടറിനെ ഇതിൻ്റെ ഈ ബോട്ടത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ സർഫസിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഷിഫ്റ്റ് ചെയ്യുമ്പം ഈ P1 എന്ന് പറയുന്നത് എന്തായി മാറും? അറ്റ്മോസ്ഫെറിക് പ്രഷറായി മാറും. അതായത് ഇതിൻ്റെ സർഫസ്, ലിക്വിഡ് സർഫസിൻ്റെ മുകളിലുള്ള പ്രഷറാണ് അറ്റ്മോസ്ഫെറിക് പ്രഷർ. ആ ലിക്വിഡ് സർഫസിൻ്റെ പ്രഷർ P1 P0 ആയി മാറും. P2 എന്ന് പറയുന്ന പ്രഷറിനെ P ആയിട്ട് മാറുമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? P2 ഈസ് P മൈനസ് P0 ഈക്വൽ ടു എച്ച് റോ ജി എന്ന് എഴുതാം. P മൈനസ് P0 ഈക്വൽ ടു എച്ച് റോ ജി. ദാറ്റ് ഈസ് P minus P0 equal to H rho G is the variation of liquid pressure with depth. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച റിലേഷൻ. അതിൽ ഓരോ ടേമും നമ്മൾ പഠിച്ചു. P എന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, P0 അറ്റ്മോസ്ഫെറിക് പ്രഷർ, P മൈനസ് P0 is ഗേജ് പ്രഷർ, H is ഹൈറ്റ്, റോ is ഡെൻസിറ്റി, G is ഗ്രാവിറ്റി. ഇതാണ് നമ്മൾ എപ്പോഴും പ്രോബ്ലത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട റിലേഷൻ. നമ്മൾ ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ പഠിച്ചു, P ഈക്വൽ ടു എച്ച് റോ ജി. വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത് എന്നുള്ളത് P മൈനസ് P0 ഈക്വൽ ടു എച്ച് റോ ജി. അല്ലെങ്കിൽ രണ്ട് ഡിഫറെൻറ്റ് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ഇതാണ്, P മൈനസ് P0 ഈക്വൽ ടു എച്ച് റോ ജി. ഈ രണ്ട് റിലേഷനാണ് നമ്മളിപ്പം പഠിച്ചത്. ഈ രണ്ട് റിലേഷനും നമുക്ക് പ്രോബ്ലത്തിന് വേണ്ടി ആവശ്യമുള്ളതാണ്. ഇനി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനെ പ്രഷറിനെ സംബന്ധിക്കുന്ന പറയാനുണ്ട്. ഒരു ലിക്വിഡ്, ഇതിൻ്റെ അകത്ത് ലിക്വിഡുണ്ട്. ഈ ലിക്വിഡിൻ്റെ ഇവിടെയുള്ള പ്രഷർ ഉണ്ടല്ലോ, ഈ ലിക്വിഡ് സർഫസിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള പ്രഷറാണ് P0 അല്ലെങ്കിൽ അറ്റ്മോസ്ഫെറിക് പ്രഷർ. ഇനി അടുത്തത്, ഈ ലിക്വിഡിൻ്റെ പ്രഷർ
ഇവിടെ ഇങ്ങനെ ഒരു ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇവിടെ ഈ സൈഡിൽ എവിടെ എടുത്താലും പിയുടെ വാല്യൂ സെയിം ആയിരിക്കും, പ്രഷർ സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ലൈൻ കൺസിഡർ ചെയ്തു, അവിടെയും പ്രഷർ സെയിം ആയിരിക്കും. പക്ഷേ ഇതെന്ന് പറയുന്നത് P1 ആയിരിക്കും, ഇതെന്ന് പറയുന്നത് P2 ആണ്. ഇതും തമ്മിൽ ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഇവിടെയുള്ള പ്രഷറും ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഇതേ നേരെ ഈ ലൈനിൽ വരുന്ന പ്രഷറുകളെല്ലാം സെയിം ആയിരിക്കും, പ്രഷറിൻ്റെ വാല്യൂസ് സെയിം ആയിരിക്കും. ഇവിടെ രണ്ടും P1ഉം P2ഉം ഡിഫറൻ്റ് ആയിരിക്കും. സിമ്പിൾ ബേസിക് ഐഡിയാസ് ആണ്, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, അതുകൊണ്ട് പറയുന്നതാണ്. ഇങ്ങനെ നമ്മളൊരു ഫിഗർ തന്നിട്ടൊക്കെ നമുക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വരും. അപ്പം പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാൻ വരുമ്പം ഇങ്ങനെ നമ്മൾ വരച്ച് നോക്കുമ്പം ഇവിടെയുള്ള പ്രഷർ തന്നിട്ട് കാണും. ഇവിടെ വേറെ ഇങ്ങനെ ട്യൂബുകളും ഒക്കെ തന്നിട്ട് നമുക്ക് കണ്ടെത്താൻ തരും. ഇതിൻ്റെ അകത്ത് ലിക്വിഡുകളൊക്കെ കാണും. അപ്പം ഇതിൽ നമ്മൾ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ വരച്ച് നോക്കും. ഇവിടെ ഒരു പ്രഷറിൻ്റെ വാല്യൂസ് തന്നിട്ട് ഇതേ പ്രഷർ തന്നെയായിരിക്കും ഇവിടെ. അതിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഞാൻ പ്രോബ്ലത്തിൽ കൂടുതലും പറയും. അപ്പം ഇവിടെ ഈ പോയിന്റ്, ഈ ഒരു നേരെയുള്ള ഈ ലൈനിൽ പ്രഷർ സെയിം ആയിരിക്കും. അതേപോലെ ഇതേ ലൈനിലും പ്രഷർ സെയിം ആയിരിക്കും. അതിൻ്റെ ഏറ്റവും മുകളിൽ, ലിക്വിഡ് സർഫസിൻ്റെ ഏറ്റവും മുകളിലുള്ള പ്രഷർ അറ്റ്മോസ്ഫെറിക് പ്രഷർ ആയിരിക്കും. ഇത് ബേസിക് സിമ്പിൾ ഐഡിയാസ്. ഇനി പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, H(ρg) എന്ന് പറയുന്ന അതിനെ മാത്രമേ പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. പ്രഷർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എമൗണ്ട് ഓഫ് ലിക്വിഡ്. ഏത് പാത്രത്തിലിരിക്കുന്നു, എത്രമാത്രം ലിക്വിഡ് ഉണ്ട്, ഇരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എത്രയാണ്, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഏതാണ്, ഇതിനെ ഒന്നും പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രഷർ ഒൺലി ഡിപ്പെൻഡ് ഓൺ H, ρ ആൻഡ് G. ഗ്രാവിറ്റി അതെപ്പോഴും 10 ആയിരിക്കും, 10 m/s² ആയിരിക്കും. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്, അത് ലിക്വിഡിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. H എന്ന് പറയുന്നത് ഹൈറ്റ്. മെയിൻലി പ്രഷർ ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇങ്ങനെയുള്ള ബീക്കറുകൾ, പല തരത്തിലുള്ള ഷേപ്പുള്ള ബീക്കറുകൾ, ഇതിൻ്റെ അകത്തൊക്കെ ലിക്വിഡുണ്ട്. ഇതിൽ A, B, C എന്ന് പറയുന്ന 3 ബീക്കറുകളാണ്, പല ഷേപ്പിലുള്ളതാണ്. ഇതിൽ എപ്പോഴും H എന്ന് പറയുന്ന, സപ്പോസ് ഈ H എല്ലാം സെയിം ആണ്, എല്ലാ 3 ബീക്കറിൻ്റെയും H സെയിം ആണെന്ന് വിചാരിക്കും. ഇതിൽ H സെയിം ആണെങ്കിൽ PA = PB = PC ആയിരിക്കും. അതായത് ഹൈറ്റ് 3ലും സെയിം ആണ്. ഈ 3ൽ ഹൈറ്റ് സെയിം ആണെങ്കിൽ ഈ 3 ബീക്കറിലെയും പ്രഷറുകൾ എന്തായിരിക്കും, സെയിം ആയിരിക്കും. PA = PB = PC. അതായത് പ്രഷർ ഒൺലി ഡിപ്പെൻഡ്സ് ഓൺ H(ρg) എന്ന് പറയുന്ന വാല്യൂസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിൽ Hനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. റോയും Gയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ മെയിൻലി Hനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം H എന്ന് പറയുന്ന വാല്യൂസ് ഏതെല്ലാത്തിലും സെയിം ആണെങ്കിലും അതിൻ്റെ ഷേപ്പ് ഏതാണെന്നോ, ഒരു തന്നിരിക്കുന്ന ലിക്വിഡ് വെച്ചിരിക്കുന്ന ബീക്കർ ഏതാണെന്നോ, ലിക്വിഡിൻ്റെ ആ ബീക്കറിൻ്റെ ഷേപ്പ് എന്താണെന്നോ, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണെന്നോ, എത്രമാത്രം എമൗണ്ട് ആ ബീക്കറിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്നോ അതിനെക്കുറിച്ചൊന്നും പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രഷർ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഹൈറ്റ്. ഒരു ലിക്വിഡ് എടുത്തൊരു സെയിം ലെവലിലാണെങ്കിൽ പ്രഷർ വിൽ ബി സെയിം അറ്റ് എവറി പോയിന്റ്. ഇപ്പം ഇങ്ങനെയൊരു ലിക്വിഡ് കോളം, ഇതിൻ്റെ അകത്ത് ലിക്വിഡ്സ് ഉണ്ട്. ഇത് ഇവിടം വരെ. ഇത് A എന്ന് പറയുന്നപ്പോൾ ഇവിടെ A, B, C, D ഇങ്ങനെ 3 പോർഷൻസ് ഉണ്ട്. ഇവിടം വരെ ലിക്വിഡ്സ് ഉണ്ട്. ഇതേ സെയിം ഹൈറ്റിലാണ് എല്ലാത്തിൻ്റെ ലിക്വിഡ്സ്. ഈ ഹൈറ്റ് HA, ഈ ഹൈറ്റ് HB, ഈ ഹൈറ്റ് HC, ഈ ഹൈറ്റ് HD.
ഇവിടെ എല്ലായിടത്തെയും പ്രഷർ സെയിം ആണ്. എന്താണ്? ഹൈറ്റ് എല്ലായിടത്തും സെയിം ആണ്. ഇതിൻ്റെ ഈ ഇങ്ങനെ ഇരിക്കുന്ന പോർഷൻസിൻ്റെ ഷേപ്പോ ഇതിൽ എത്രമാത്രം കണ്ടന്റ് ലിക്വിഡ് ഉണ്ടെന്നോ ഇതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൺലി ഡിപ്പെൻഡ് ഓൺ ഹൈറ്റ്. ഹൈറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ ഹൈറ്റ് സെയിം ആണെങ്കിൽ പ്രഷറുകളെല്ലാം സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് PA ഈക്വൽ ടു PB ഈക്വൽ ടു PC ഈക്വൽ ടു PD. അതായത് ഇൻ എ ലിക്വിഡ് അറ്റ് സെയിം ലെവൽ പ്രഷർ വിൽ ബി സെയിം അറ്റ് ഓൾ പോയിന്റ്സ്. പ്രഷർ ലിക്വിഡ് എല്ലാം സെയിം ലെവലിലാണെങ്കിൽ പ്രഷർ വിൽ ബി സെയിം അറ്റ് ഓൾ പോയിന്റ്സ്. പ്രഷറും എല്ലായിടത്തും എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. സെയിം ലെവലിൽ ഇരിക്കുകയാണെങ്കിൽ പ്രഷർ എന്തായിരിക്കും? സെയിം ലെവലിലായിരിക്കും. അല്ലെങ്കിൽ പ്രഷർ സെയിം ആയിരിക്കും. ഇനി അടുത്ത ഒരു പോയിന്റാണ് ബോയിൽസ് ലോ. PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ PV ഈസ് കോൺസ്റ്റന്റ്. P എന്ന് പറയുന്നത് പ്രഷർ, വോളിയം, V എന്ന് പറയുന്നത് വോളിയം. പ്രഷർ കൂടുമ്പം വോളിയം കുറയും. ഈ ഐഡിയയും കൂടെ നമ്മുടെ പ്രഷറിൻ്റെ ഭാഗത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. PV ഈക്വൽ ടു കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ബോയിൽസ് ലോ. നമ്മളിത് സ്കൂളിലേ പഠിച്ചതാണ്, പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യമുണ്ട് പ്രോബ്ലം ചെയ്യാൻ. PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമുക്ക് സിമ്പിൾ കാര്യങ്ങളേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞിരിക്കാം. റിലേഷൻസ് ഇതാണ്. ഫസ്റ്റ് ഈസ് പ്രഷർ ഈക്വൽ ടു പെർപെൻഡിക്കുലർ ഫോഴ്സ് ബൈ ഏരിയ. ഇതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെ പാസ്കലാണ്. ദെൻ അടുത്തത് 1 അറ്റ്മോസ്ഫെറിക് പ്രഷർ എന്ന് പറയുന്നത് ഒരു പ്രഷറിൻ്റെ യൂണിറ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.013 ഇൻറ്റു 10⁵ പാസ്കലാണ്. അടുത്തതെന്ന് പറയുന്നത് ലിക്വിഡ് കോളത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് P ഈക്വൽ ടു H⍴g ആണ്. ദെൻ P0 എന്ന് പറയുന്നതാണ് നമ്മുടെ അറ്റ്മോസ്ഫെറിക് പ്രഷർ. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1.013 ഇൻറ്റു 10⁵ പാസ്കലാണ് അതിൻ്റെ വാല്യൂ. ദെൻ P മൈനസ് P0 എന്ന് പറയുന്ന P ഈക്വൽ ടു H⍴g എന്ന് പറയുന്ന ഒരു റിലേഷനുണ്ട്. ദാറ്റ് ഈസ് ദി വേരിയേഷൻ ഓഫ് ലിക്വിഡ് പ്രഷർ വിത്ത് ഡെപ്ത്. ഇതിൽ P എന്ന് പറയുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, P0 എന്ന് പറയുന്ന അറ്റ്മോസ്ഫെറിക് പ്രഷർ, H എന്ന് പറയുന്നത് ഡെപ്ത് അല്ലെ ഹൈറ്റ്, റോ എന്ന് പറയുന്ന ഡെൻസിറ്റി, G എന്ന് പറയുന്നത് ഗ്രാവിറ്റി. ഇതിൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ മൈനസ് അറ്റ്മോസ്ഫെറിക് പ്രഷർ ഈസ് ദി ഗേജ് പ്രഷർ. തമ്മിൽ അറ്റ്മോസ്ഫെറിക് പ്രഷറും ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഗേജ് പ്രഷർ. ദാറ്റ് ഈസ് P മൈനസ് P0 ഈക്വൽ ടു H⍴g. പിന്നെ അടുത്തത് P എന്ന് പറയുന്നത് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എമൗണ്ട് ഓഫ് ലിക്വിഡ്. പ്രഷർ എന്ന് പറയുന്നത് ഒരിക്കലും എത്രമാത്രം എമൗണ്ട് ലിക്വിഡ് ഉണ്ടോ, കണ്ടെയ്നറിൻ്റെ ഷേപ്പ് എന്താണ്, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എത്രയാണ്, അതിൽ എത്രമാത്രം എമൗണ്ട് ലിക്വിഡ് കൊള്ളും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രഷർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി ഹൈറ്റ്. ഇനി അടുത്ത ഒരു റിലേഷൻ PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമ്മൾ സ്കൂളിൽ പഠിച്ച ബോയിൽസ് ലോ. PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. പ്രഷർ വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ PV പ്രൊഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. PV ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ റിലേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഇത്രയും ഈ സിമ്പിൾ റിലേഷൻസ് ആണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്ന പോർഷനിൽ എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കേണ്ട റിലേഷൻസ്. അല്ല ഓരോന്നിലും ഓരോ ടേമിലും H എന്താണ്, റോ എന്താണ്, G എന്താണെന്നുള്ള ബേസിക് ഐഡിയയും വേണം. ഇത്രയേ ഉള്ളൂ. ഇനി പ്രോബ്ലം നെക്സ്റ്റ് വീഡിയോയിൽ.